സഹോദരന്മാരെ നമസ്കാരം. വളരെയധികം വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് 23-കാരിയായ സോന റമീസ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയും മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചു, വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്നുള്ള കാരണം പറഞ്ഞ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നിർബന്ധിച്ചത് കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. മരണക്കുറിപ്പ് കണ്ടു. ഇവിടെ ചാനലുകളിലൊക്കെ ചർച്ചയാവുന്നു. അപ്പോൾ ഇത് ലവ് ജിഹാദാണ് എന്ന് ഒരു കൂട്ടർ പറയുകയാണ്. ഇതൊന്നും ലവ് ജിഹാദ് അല്ല. ഇത് ലവ് ജിഹാദിനെ ആരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു ജിഹാദ് ഇല്ല. അതായത് ഒരു മുസ്ലിം ആൺകുട്ടി ഒരു ഹിന്ദുവായോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ സ്നേഹിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് അത് ലവ് ജിഹാദ് അല്ല. അതായത് ഇസ്ലാമിലോ മുസ്ലിം സമുദായത്തിലോ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും. ഞാനും ഒരു മുസ്ലിമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ കഴിയുന്നത്ര ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വിവാഹത്തിന് സമ്മതിപ്പിക്കണം, എങ്ങനെ മതം മാറ്റി വിവാഹം കഴിക്കാൻ സമ്മതിപ്പിക്കും, അങ്ങനെ ഒരു നിയമം കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഒരു ഇസ്ലാം സമുദായത്തിലുള്ളതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ കോലാഹലം ഉണ്ടാക്കിയാൽ അതിൽ ലവ് ജിഹാദ് ആവില്ല. എന്തായാലും ശരി, വിവരം കെട്ട ആ റമീസ് എന്ന് പറയുന്ന പയ്യൻ കാണിച്ച തെമ്മാടിത്തരത്തിന് അവന് ശരിയായ ശിക്ഷ ഇന്ത്യയിൽ നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ എന്താണ് നിയമങ്ങൾ? ആ നിയമം അനുസരിച്ച് അവനെ ശിക്ഷിക്കാൻ ആരും ഏതൊരു സമുദായക്കാരനും ആഗ്രഹിക്കും. അതേ, ഞാനൊരു മുസ്ലിമാണ്, ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവൻ പ്രണയം നടിച്ച് വിവാഹം കഴിക്കാനായിട്ട് മതം മാറ്റണമെന്ന് നിർബന്ധിച്ചിട്ട് അവന് നിർബന്ധമായിട്ടും അവനെ ജയിലിടണം, അവന് അതിനുള്ള ശിക്ഷയും കൊടുക്കണം. അതായത് ഇപ്പൊ എന്തൊക്കെയാണെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷണവും അതും ഇതും വന്നതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ശരി, അവൻ തെമ്മാടിയാണ്. കാരണം ഈ റമീസ് എന്ന് പറയുന്ന തെമ്മാടിയാണ്. അവൻ ഈ പെൺകുട്ടിയെ എന്തായാലും പ്രണയം നടിച്ചായാലും നടിച്ചില്ലെങ്കിലും ശരി വിവാഹം കഴിക്കാൻ അവൻ തയ്യാറായിരുന്നു. എന്നിട്ട് അവസാനം അവൻ മാറിയാണ് മതം മാറണമെന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെയൊക്കെ ഇതെന്ന് പറയുന്നത്, അവൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് നാട്ടിലുള്ള പെൺപിള്ളേരെ സ്നേഹിക്കുക. അത് ഇന്ന സമുദായം എന്നൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ശാരീരിക ബന്ധപ്പെടാനായിരിക്കാം. എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഓരോരുത്തരുടെ മനസ്സ് അവർക്കും പടച്ച ദൈവത്തിനും അല്ലെങ്കിൽ പടച്ച തമ്പുരാനും മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ശരി, അവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ അങ്ങനെയുള്ള ഒരു വേർതിരിവുണ്ടാകരുത്. ദയവ് ചെയ്ത് അനാവശ്യ ചർച്ചകൾ ചാനലിൽ നിന്ന്